إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النذير والمثيل والشبيه وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പടച്ച തമ്പുരാന്റെ തിരുവേദമായ വിശുദ്ധ ഖുർആനിൽ നിന്നും അന്ത്യദൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി തഖ്വയോടുകൂടി പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസോടുകൂടി നിലകൊള്ളണം എന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ, പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം മുത്തഖീകളുടെ കൂട്ടത്തിൽ ചെലവഴിക്കാൻ, മുഖ്ലിസുകളോടൊപ്പം കർമ്മങ്ങളിൽ നിരതരാകുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മളെ വിശ്വാസ വഴിയിലെ സഹോദരന്മാരാക്കിയവരാണ്. അൽ ഉഖ്വത്തുൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക സാഹോദര്യം എന്നാണ് ഇതിന് പറയുക. ഈ ഇസ്ലാമിക സാഹോദര്യം അത് ഇസ്ലാമിന്റെ, ദീനിന്റെ അസ്ഥിവാരമാണ്, അതിന്റെ അടിത്തറയാണ്, അതിന്റെ നെടുംതൂണാണ് എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിന്റെ, ചിട്ടയുടെ അടയാളവും കൂടിയാണ് ഈ സാഹോദര്യം. നമ്മളുടെ സ്വഭാവമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ സൂറ ആലു ഇംറാനിലെ 103 മുതൽ 105 വരെയുള്ള ആയത്തുകളിൽ ഈ വക സംഗതികളെ കുറിച്ച് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ പാശ മുറുകെ പിടിക്കുക. നിങ്ങളെല്ലാവരും ഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാന്റെ കയറ് പിടിക്കുക. അള്ള ഇട്ട് തന്നൊരു കയറാണ്. ഈ കയറിൽ നമ്മളൊക്കെ ഒരുമിച്ച് വടംവലിക്കാര്
വടം വലിക്കുന്ന സമയത്ത് എല്ലാവരും ആ കയറിൽ പിടിച്ചിട്ടാണല്ലോ ജയിക്കുക. ഒരാൾ പോലും മാറി നിൽക്കാറില്ല. സർവ്വശക്തിയും സംഭരിച്ച് എല്ലാവരും ആ ഒന്നിച്ച വടം പിടിക്കാനുണ്ടാവും. നമ്മളങ്ങനെ അള്ളാഹു നമുക്ക് കിട്ടുന്നൊരു വടം പിടിച്ചവരാണ്. അത് നിങ്ങൾ പിടിക്കണം എല്ലാവരും. ജമീഅൻ വലാ തഫറഖു. അള്ളാന്റെ ഭാഷ പിടിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകരുത്. എങ്ങനെ നമ്മൾ ഒറ്റ സമൂഹമായി മാറിയത്? നിങ്ങൾ ഈ അനുഗ്രഹത്തെ തിരിച്ചറിയണം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും അഅദാഅൻ ഇദ് കുൻതും അഅദാഅൻ. നിങ്ങൾ ശത്രുക്കളായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പരസ്പരം പോരടിച്ചിരുന്ന ജാഹിലിയ്യ കാലഘട്ടത്തിലെ അറബികളുടെ ഗോത്രങ്ങൾ ചേരിതിരിഞ്ഞ് കുടുംബ സംഘടനകൾ, വംശീയ സംഘടനകൾ, ഗോത്ര സംഘടനകൾ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാല് വാളെടുക്കുന്ന ആ ഒരു പരിസ്ഥിതി ഉണ്ടായിരുന്നല്ലോ. പഴയ ജാഹിലിയത്തിനെ സംബന്ധിച്ച് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയായിരുന്നു പറയുമ്പോൾ ജാഹിലിയത്ത് ആ രീതിയിൽ നിങ്ങളങ്ങനെ പരസ്പരം ശത്രുക്കളായിരുന്ന സമയത്ത് അള്ളാഹ് നിങ്ങൾക്ക് ചെയ്തൊരു അനുഗ്രഹമില്ല. ആ അനുഗ്രഹം നിങ്ങൾ ഓർത്തു നോക്കൂ. നിങ്ങളിപ്പോ ആ ശത്രുതയിൽ ഇല്ലല്ലോ. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. അള്ളാഹുവാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അനുരഞ്ജനം ഉണ്ടാക്കിയത്. വെറുതെ ഇങ്ങനെ പുറമേക്ക് ഉണ്ടാക്കിയ ഒരു സമുദ്ര സംഭാഷണത്തിന്റെ പേരിൽ മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് കുറെ അസ്വസ്ഥതകൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ആർക്കോ വേണ്ടിയിട്ട് ആരൊക്കെ ഉണ്ടാക്കിയ കരാറിന്റെ പേരിൽ സമൂഹങ്ങൾ ഒന്നിക്കുന്ന പോലുള്ള ഒരു ഒന്നിപ്പല്ല സംഭവിച്ചത്. മറിച്ച് അള്ളാഹു ഉണ്ടാക്കി നിങ്ങളുടെ മനസ്സുകൾക്കിടയിലുള്ള ഐക്യമാണ്. മനസ്സുകൾക്കിടയിലുള്ള ഐക്യമാണ്. നിങ്ങൾ മാനസികമായി നിങ്ങൾ സഹോദരങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. അതൊരു അനുഗ്രഹമാണ്. ഫഅസ്ബഹതും ബിനിഅമതി ഇഖ്വാന. പടച്ച തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ആരായി മാറിയത്? ഇഖ്വാനൻ, സഹോദരങ്ങളായി മാറിയത്. അള്ളാഹുന്റെ അള്ളാഹ് എടുത്തു പറയാണ്, അത് പടച്ചോൻ ചെയ്തൊരു അനുഗ്രഹമായി ഇഖ്വാൻ. അതായത് നിങ്ങൾ ഭിന്നിച്ചു നിന്നിരുന്ന നിങ്ങളെ, പരസ്പര ധ്രുവങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്തിരുന്ന നിങ്ങളെ, നിങ്ങളുടെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആവക ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അകറ്റി നിങ്ങളെ ഏകോദര സഹോദരന്മാരാക്കി വിശ്വാസത്തിന്റെ കയറിൽ ബന്ധിച്ച നാഥൻ. നിങ്ങളിങ്ങനെ പരസ്പരം ആളുകളുടെ തലവെട്ടിക്കൊണ്ട് വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ. നിങ്ങൾ നരകത്തിന്റെ വിളിമ്പിലായിരുന്നല്ലോ, നരകത്തിന്റെ വക്കിലായിരുന്നല്ലോ. ശഫാ ഹുഫ്റത്തിൻ മിനൻ നാരി, നരകത്തിന്റെ വക്കിൽ ഇടിഞ്ഞു വീഴാൻ പോകുന്നൊരു വക്കിനാണ് ഈ ഷഫാ ഹുഫറ എന്ന് പറയുക. പരസ്പരം പടവെട്ടുന്ന ആളുകളൊന്നും സ്വർഗത്തിൽ പോകാനുള്ളവരല്ലേ? അങ്ങനെയാണല്ലോ. പരസ്പരം പോരടിക്കുന്നവനും അല്ലെ, കൊല്ലാൻ വേണ്ടി ആയുധമേന്തി നേർക്ക് നേരെ നിന്ന് തമ്മിത്തല്ലാൻ നിൽക്കുന്ന രണ്ടാള്, അതിലൊരാൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുക. ഒരാൾ മറ്റവന്റെ വെട്ടുകൊണ്ട് കുത്തുകൊണ്ട് അടികൊണ്ട് താഴെ വീണു. അപ്പൊ നമ്മളെന്താ പറയാ? കൊലയാളി നരകത്തിലാണെന്നല്ലേ പറയാ. പക്ഷെ കൊലയാളി മാത്രമല്ല നരകത്തില്, കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും സഹാബികൾ ചോദിക്കുന്നത്, അതെങ്ങനെയാണ് ചത്തവൻ എങ്ങനെയാ സ്വർഗത്തിൽ പോവുക, നരകത്തിൽ പോവുക? കൊന്നവനല്ലേ നരകത്തിൽ പോവുക? റസൂൽ പറഞ്ഞു, ഇയാളെ കൊന്നില്ലെങ്കിൽ ഇയാൾ അയാളെ കൊല്ലുമായിരുന്നല്ലോ. അപ്പൊ രണ്ടുപേരുടെ താല്പര്യം പരസ്പരം കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ നരകത്തിന്റെ വിളിമ്പത്ത് നിന്ന് പരസ്പര ശത്രുത കാരണമായിട്ട് നിങ്ങൾ രണ്ടാളും തെറ്റായ വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് പോരടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നിങ്ങൾ നരകത്തിലേക്ക് പോകാനായ ഒരു നിലയിലായിരുന്നു. അള്ളാഹു നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഫഅൻഖദകും മിൻഹാ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. നിങ്ങൾ നേരിന്റെ വഴി മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇതൊരു ആയാത്തുള്ളയാണ്. ഈ സാഹോദര്യം അള്ളാന്റെ ദൃഷ്ടാന്താണ്. അള്ളാന്റെ ദൃഷ്ടാന്തം എന്ന് പറയുമ്പോഴത്തേക്കും അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്. അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നും പരസ്പരം പോരടിച്ചുകൊണ്ട് നിന്നിരുന്ന ആളുകളെ അള്ളാഹു ഒറ്റ പാശത്തിന്റെ മേൽ മുറുകെ പിടിക്കുന്നവരാക്കി ഒരുമിപ്പിച്ച് നിർത്തിയത്. അത് അള്ളാഹുവിന്റെ ആയത്താണ്. നിങ്ങൾ അത് മുഖേന വഴി കണ്ടെത്തിയവരാണ്. വലാകിൻ മിൻകും, അതുകൊണ്ട് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. ഇത് കുറെ കാലം കഴിയുമ്പോഴേ മനുഷ്യർ ഇതിനെക്കുറിച്ചൊക്കെ മറന്നു പോകട്ടോ. പണ്ട് നമ്മൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്ക മദീന കാലഘട്ടത്തിൽ അവിടെ മുഹാജിറുകളും അൻസാറുകളും ഒക്കെ അന്ന് നമ്മൾ പറയുന്ന ആ സമൂഹം, അതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷമുള്ള കാലത്താണ് മുഹാജിറുകളായി അൻസാറുകളായി അല്ലെ ഹിജ്റ ചെയ്ത് അവിടേക്ക് ചെന്നെത്തിയ ആളുകൾ, അവരെ സ്വീകരിക്കാൻ നിന്ന ആളുകൾ. രണ്ടാളുകളെയൊക്കെ മനസ്സ് നോക്കിക്കോളൂ. അൻസാരികൾ തന്നെയായിരുന്നെങ്കിൽ ആകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന യുദ്ധത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഈ ആളുകളൊക്കെ
അവരതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു ഒറ്റ സമൂഹമായി ലോകത്തൊരു മുസ്ലിം ഉമ്മ ഇസ്ലാമിയ ഉമ്മത്ത് മുസ്ലിമ എന്ന് പറഞ്ഞ ആ ഒരു വലിയ ഒരു കൂട്ടമായി ഒരു ഐഡന്റിറ്റിയായി നമ്മൾ രംഗത്ത് വന്ന് നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പഴയ ചരിത്രമൊക്കെ മറന്നിട്ടുണ്ട്. പിന്നെ വിവിധ വിഭാഗങ്ങൾ നമുക്കിടയിലുണ്ടായി. ഇപ്പൊ ലോകത്ത് മുസ്ലിങ്ങൾ എത്ര തരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് പറയാം 2 തരം മുസ്ലിങ്ങളുണ്ട്. ഒന്ന് സുന്നി മുസ്ലിങ്ങളും മറ്റൊന്ന് ഷിയ മുസ്ലിങ്ങളും. സുന്നി മുസ്ലിങ്ങൾ എത്ര തരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ എണ്ണാൻ തുടങ്ങും ഓരോന്നോരോന്നായിട്ട്. അപ്പൊ നമ്മൾ ഒന്നാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നല്ലല്ലോ, നമ്മൾ പലതായി മാറി. അള്ളാഹ് നമ്മളെ ഒന്നാക്കിയതായിരുന്നു. അല്ലഫ ബൈന ഖുലൂബിക്കും, നമ്മളുടെ മനസ്സുകൾക്കിടയിൽ അള്ളാഹു അനുരഞ്ജനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, യോജിപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സഹോദരങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ പറയാം നമ്മളൊക്കെ സഹോദരങ്ങളുണ്ടോ എന്ന് പറയുമ്പോഴും മനസ്സുകൾക്കിടയിലുള്ള ഐക്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ വഖഫിന്റെ ഈ അവസ്ഥ ആലോചിച്ചു. ഈ വഖഫ് സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഇസ്ലാമിന്റെ വക്താക്കളെന്ന് സ്വയം മേനടിക്കുന്ന ചില ആളുകൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എതിർക്കാൻ നിൽക്കുകയാണ്. അവരുടെ നയം ശരിയല്ല, എതിർത്തായി പുതിയ വക്താക്കൾ ക്ഷമയാണ്. അങ്ങനൊന്നുമല്ല വഖഫ് സമരം ചെയ്യേണ്ടത്, വഴി തടഞ്ഞിട്ടോ അല്ലെങ്കിൽ വിരോധിച്ചിട്ടോ അല്ല. പിന്നെ എങ്ങനെയാ ചെയ്യേണ്ടത്? എങ്ങനെ ഇത്ര കാലം ചെയ്തത്? കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുക, സമുദായത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കും. പേഴ്സണൽ ലോ ബോർഡിൽ അതിന്റെ ദേശീയ മുസ്ലിം നേതാക്കന്മാരൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് അവിടെ അവരൊക്കെ ഒന്നിച്ചിരുന്നിട്ട് എങ്ങനെ നമ്മുടെ സമരം നയിക്കണം, ആരൊക്കെ സമരം നയിച്ച വ്യത്യസ്ത വിഭാഗങ്ങൾ, മുസ്ലിം സംഘടനകൾ അനവധിയുണ്ടല്ലോ. പലരും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിം സംഘടനകൾ. ഇതിനും മാത്രം മുസ്ലിം സംഘടനകൾ ഉണ്ടെങ്കിൽ ഈ സംഘടനകൾ തമ്മിൽ നേരിയ പ്രവർത്തന വിഷയത്തിലെ തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ ആശയക്കുഴപ്പങ്ങളൊന്നും അവർക്കിടയിലൊന്നും ഇല്ല. ഒരു സംഘം ഒരാവശ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘമാണെങ്കിൽ മറ്റൊരു സംഘം മറ്റൊരാവശ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘമാണ്. ഈ സംഘത്തിനിടയിൽ തർക്കത്തിന്റെ ആവശ്യമില്ല. അപ്പൊ മുസ്ലിമീങ്ങളെ പൊതുവായി ബാധിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും ഓരോ സംഘടനകളും അവരുടേതായ നിലയ്ക്ക് വ്യത്യസ്ത പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അത് കൂട്ടിമുട്ടാതെ നിങ്ങൾ നോക്കണേ. പേഴ്സണൽ ബോർഡ് നിർദ്ദേശമാണ്, അത് നിങ്ങൾ കൂട്ടിമുട്ടാതെ നോക്കണേ. എന്ന് മാത്രമല്ല, ഒരു ടീം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിക്ക് മറ്റുള്ളവരുടെ പിന്തുണയും കൊടുക്കണം. കാരണം നമ്മുടെ പൊതു ആവശ്യമാണല്ലോ. അല്ലാതെ നിങ്ങൾ നടത്തിയത് ശരിയായില്ല, അത് അങ്ങനെയല്ല നടത്തേണ്ടത്. ആ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഐക്യം നമ്മൾ മറന്നുപോയി. നമ്മൾ ഏത് നിലയ്ക്കുള്ള സമൂഹമായിരുന്നു എന്നുള്ളത് മറന്നിട്ട് ശത്രുവിന് വേണ്ടി വിടുപണി ചെയ്യുന്ന തരത്തിലേക്ക് മുസ്ലിം സമുദായത്തിലെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഐക്യത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അതുകൊണ്ട് തന്നെ പറയുന്നു, ഇങ്ങനെ മുസ്ലിമീങ്ങൾ തമ്മിൽ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് വൽതക്കും മിൻകും ഉമ്മത്തുൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഘം സ്പെഷ്യലിനെ ഉണ്ടാകേണ്ടതുണ്ട്. ആ സംഘത്തിന്റെ പണി എന്താ? ആ സംഘം യദ്ഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന സമൂഹമായിരിക്കണം. വയഅ്മുറൂന ബിൽ മഅറൂഫി, നന്മ കൽപ്പിക്കുന്നവരായിരിക്കണം. വയൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായ കാര്യങ്ങളെ തടയുന്നവരായിരിക്കണം. അങ്ങനത്തെ ഒരു സംഘം നിങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ആ സംഘത്തിനെ ചുറ്റിപ്പറ്റി വീണ്ടും ഇസ്ലാമിക ഐക്യം സ്ഥിരപ്പെടേണ്ടതുണ്ട്. അപ്പൊ പുതിയൊരു സംഘടന ഉണ്ടാക്കിയിട്ടാണോ? സംഘടന എന്ന് നമ്മളിങ്ങനെ ആലക്കാരും പറയുന്നൊരു സാധനം കേട്ടോ. ഒരു പുതിയ സംഘടന ഉണ്ടാക്കാനും പുതിയ കമ്മിറ്റി ഉണ്ടാക്കാനല്ല, മറിച്ച് അങ്ങനത്തെ ഒരു വിങ് നമ്മളുടെ കൂടെ ഉണ്ട്. അത് നമ്മൾ എന്ത് പേരാ പറയാ? അതിന് സംഘടന എന്ന് പറഞ്ഞാൽ പറ്റുമോ, കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പറ്റുമോ, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പറ്റുമോ? എന്ത് പറഞ്ഞാലാണ് ശരിയാകുന്നറിയില്ല. ഏത് വാക്ക് പറഞ്ഞാലും ആ വാക്കൊക്കെ വിമർശനത്തിന് നിമിത്തമാകുന്ന വാക്കുകളായിരിക്കും. പക്ഷെ അള്ളാഹ് പറയുന്നു, അങ്ങനത്തെ ഒരു ഉമ്മത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. വൽതക്കും മിൻകും ഉമ്മ, അങ്ങനത്തെ ഒരു സംഘം നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഉമ്മത്തും മുസ്ലിമാന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു കൂട്ടത്തിലാണല്ലോ പറയാം. എന്ന് പറയുന്ന പോലെ മുസ്ലിം സമുദായം മുസ്ലിങ്ങളുടെ കൂട്ടത്തില് ഈ പറഞ്ഞ ക്വാളിറ്റിയുള്ള നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മയെ വിഭാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘം നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. ആ സംഘം ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവര് ജയിക്കാൻ പോകുന്ന സംഘമാണ്. ഇസ്ലാമിക ഐക്യത്തിന് മുൻഗണന കൊടുക്കുന്ന ആ സംഘം ഹുമുൽ മുഫ്ലിഹൂൻ, ജയിക്കാൻ പോകുന്ന സംഘമാണ്. അതുകൊണ്ട് വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാതു, വ്യക്തമായ ദൃഷ്ടാന്തം വന്നെത്തിയതിനു ശേഷവും ഭിന്നതയിലായി പോയ, വിവിധ കക്ഷികളായി പോയ ജൂതനസാറാക്കളെ പോലെ നിങ്ങളാകരുത്. അത് നമ്മോട് താക്കീത് ചെയ്യുകയാണ്. ഏത് സമയത്തും മുസ്ലിം സമൂഹം അവരുടെ ഐക്യം കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. അങ്ങനെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ തർക്കത്തിലേർപ്പെട്ട് പിന്നെയും നമ്മൾ ചിതറാനാണ് ആഗ്രഹിക്കുന്നത്. ശത്രു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന അതാണ്. ശത്രു ഒരിക്കലും നമ്മൾ ഒന്നിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പേ തുടങ്ങിയ ഒരു സംഘടനയുണ്ട്. മുസ്ലിം സംഘടനകൾ എത്ര കക്ഷികളായിട്ടാണ് വിഭജിക്കപ്പെടുന്നത് ആലോചിച്ച് നോക്കി. വിഭജിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സംഘങ്ങൾ വരെ 2 കക്ഷിയായി.
അതിലെല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല, എന്നാൽ കുറ്റപ്പെടുത്തലിന് ആണെന്ന് മനസ്സിലായിക്കോളി. എന്തിനാ ഇവര് ഭിന്നിച്ചത്? ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾ വ്യത്യസ്ത കക്ഷികളായി മാറുകയാണ്. ഇത് ശത്രുവിന്റെ ആഗ്രഹമാണ്. ശത്രുവാണ് അതിനു വേണ്ടി പണിയെടുക്കുന്നത്. ശത്രു നമ്മളെ ഭിന്നതയിലാക്കാൻ ശ്രമിക്കുമ്പോ ശത്രുവിനെ നമ്മൾ പരാജയപ്പെടുത്തേണ്ടത് ഞങ്ങൾ പലതല്ല, ഞങ്ങൾ ഒന്നാണെന്ന് കാണിച്ചിട്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇതൊരു അനുഗ്രഹമാണെന്ന് അള്ളാഹ് പറഞ്ഞല്ലോ. ഈ അനുഗ്രഹത്തെ കുറിച്ചിട്ട് അള്ളാഹു സൂറത്തുൽ അൻഫാലിൽ 62, 63 ആയത്തുകൾ പറയുന്നത്. പടച്ച തമ്പുരാൻ നമുക്ക് ചെയ്ത അനുഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കും അത് മറ്റാർക്കും ചെയ്തു തരാൻ പറ്റുന്ന ഒരു അനുഗ്രഹമല്ല. അള്ളാഹിന്റെ അനുഗ്രഹം എന്നുള്ളത് അള്ളാഹുവിന് മാത്രം ചെയ്തു തരാൻ പറ്റുന്ന ഒരു അനുഗ്രഹമാണ്. ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി, നബിയേ അല്ലദീ അയ്യദക ബിനസ്രിഹി, അള്ളാഹുവാണ് അള്ളാന്റെ സഹായം കൊണ്ട് അങ്ങയെ ശക്തിപ്പെടുത്തിയത്. ബദറിലും ഉഹദിലും ഒക്കെ പിന്നീട് നടന്ന പോരാട്ടങ്ങളിലൊക്കെ ശത്രുക്കൾക്ക് മുമ്പിൽ റസൂലിനെ എഴുന്നേൽപ്പിച്ചു നിർത്തിയത്, സഹായിച്ചത് അള്ളാഹുവാണ്. അള്ളാന്റെ സഹായം കൊണ്ട് അങ്ങയെ ശക്തിപ്പെടുത്തിയത്. അതിൽ മുഅ്മിനീന, വിശ്വാസികളെ കൊണ്ടും അതേ നാഥനാണ് അല്ലഫ ബൈന ഖുലൂബിഹിം, വിശ്വാസികളുടെ മനസ്സുകൾക്കിടയിൽ രമ്യത ഉണ്ടാക്കി കൊടുത്തത്, ഐക്യം ഉണ്ടാക്കി കൊടുത്തത്. അള്ളാഹു ഉണ്ടാക്കി കൊടുത്ത ഈ ഐക്യം, ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅ, നബിയെ ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്തും ഐക്യമുണ്ടാക്കാൻ വേണ്ടി അങ്ങ് വിനിയോഗിച്ചു എന്ന് വെക്കുക. റസൂലിനോട് ഒരു സങ്കല്പം പറയാണ്. ഇങ്ങനെ സങ്കല്പിച്ചു നോക്കുക, റസൂല് പണം കൊടുത്ത് ആൾക്കാരെ ഒരുമിപ്പിക്കാൻ പറ്റുമോ? പണം കൊടുത്തിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്നാകും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു 1000 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഈ മഹല്ല ഏരിയ ഭാഗത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരു 10,000 രൂപ വെച്ച് മഹല്ല് കമ്മിറ്റി കൊടുക്കും. നാളെ മുതൽ നിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് പൈസ വാങ്ങിച്ചു പോയ ആൾക്കാർ ലക്ഷം വരുമ്പത്തെ വോട്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന പോലെ അങ്ങനെ പണം കൊടുത്തു കഴിഞ്ഞ ആളുകൾ ഐക്യപ്പെടും. അള്ളാഹ് പറയുന്നു, ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ അങ്ങ് വിനിമയം ചെയ്തു എന്ന് വിചാരിക്കുക, എങ്കിലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, പണം ചെലവഴിച്ചിട്ട് ആളുകളുടെ മനസ്സിനിടയിൽ ഐക്യമുണ്ടാക്കാൻ കഴിയില്ല. മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. പിന്നെ എങ്ങനെ ഐക്യം ഉണ്ടാവുക? ഐക്യമുണ്ടാകുന്നത് വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, അല്ലാഹുവാണ് ഐക്യം ഉണ്ടാക്കുന്നവൻ. അള്ളാഹ് ഐക്യം ഉണ്ടാക്കണമെങ്കിൽ അള്ളാഹിന്റെ ഭാഷ മുറുകെ പിടിക്കണം എന്ന് പറയുന്നത് ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടല്ല ഈ ഐക്യം. ആദർശത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ വേറൊരു ദൈവവുമില്ല എന്ന ഇസ്ലാമിന്റെ പ്രഖ്യാപിത നിലപാടുണ്ടല്ലോ, ഈ നിലപാടിൽ വെള്ളം ചേർത്തിട്ടല്ല ഐക്യം. ഈ നിലപാടിൽ ഒക്കുന്നവർ തമ്മിലാണ് ഐക്യം. ഈ വഴിയിലേക്ക് വരുന്നവരാണ് ഐക്യം. ഈ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കുന്നവർക്കിടയിലാണ് ഐക്യം. അപ്പൊ ഇസ്ലാമിന്റെ ആദർശ പ്രമാണങ്ങളിൽ ഒരുമിച്ച് എന്നുകൊണ്ട് അങ്ങനെ അന്തസ് നേടിയെടുക്കുന്ന അല്ലാഹ് അസീസൻ ഇന്നഹു അസീസുൻ ഹകീം, അങ്ങനെ അസീസായ അള്ളാന്റെ ഒപ്പം ചേർന്ന് നിന്നിട്ട് അന്തസ് നേടിയെടുക്കുന്നവരായി മാറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നേരത്തെ പറഞ്ഞ അൻസാർ സമൂഹത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഔസ് ഖസ്റജ് ഗോത്രങ്ങളായി പരസ്പരം പോരാടിയിരുന്ന ആളുകൾ. അത് ചെറിയ പോരാട്ടമൊന്നുമല്ല കേട്ടോ. ഇന്നിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ചില കലാപങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം കലാപം നിൽക്കും. മണിപ്പൂർ കലാപം ഒരു കൊല്ലത്തിലേറെയായി. അപ്പൊ കുറച്ച് ചില കലാപങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന കലാപങ്ങളുണ്ട്. അങ്ങനെ നീണ്ടു നിൽക്കുന്ന കലാപമായിരുന്നു മദീനയിൽ ഔസ് ഖസ്റജ് ഗോത്രക്കാർക്കിടയിൽ ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തെ മുൻനിർത്തിയിട്ട് അവരോട് യാ മഅ്ശറൽ അൻസാർ, അൻസാർ സമൂഹമേ, അലം അജിദുക്കും വലാലൻ, നിങ്ങൾ വഴികേടിലായിരുന്നില്ലേ? ഫഹദാകുമുല്ലാഹു ബി, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോലെ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത്. പ്രവാചകനായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹിന്റെ സന്ദേശവുമായി വന്നപ്പോ അള്ളാഹു നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഹിദായത്ത് നൽകി. വകുന്തും മുതഫരിഖീന, നിങ്ങൾ വിവിധ കക്ഷികളായിരുന്നില്ലേ, നിങ്ങൾ വിവിധ ചേരികളിലായിരുന്നില്ലേ? ഫഅല്ലഫകുമുല്ലാഹു ബി, എന്നെ കൊണ്ടല്ലേ അള്ളാഹു നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കിയത്, ഇണക്കമുണ്ടാക്കിയത്. വആലതൻ, നിങ്ങൾ ആരോരുമില്ലാത്തവരായിരുന്നില്ലേ, നിങ്ങളെ ആരും കൂട്ടാൻ തയ്യാറായില്ലായിരുന്നല്ലോ, നിങ്ങൾ ഈ നാട്ടിൽ ആലംബമില്ലാത്തവരായിരുന്നില്ലേ? ഫഅഗ്നാകുമുല്ലാഹു ബി, എന്നെ കൊണ്ടല്ലേ അള്ളാഹു നിങ്ങൾക്ക് ഇവിടെ നൽകിയത്, ധന്യത നൽകിയത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയാണ്, റസൂൽ ഇങ്ങനെ സമൂഹത്തോട് ഇങ്ങനെ പറയാണ്, ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യത്തെ സംബന്ധിച്ച്. ഞാനിത് പറഞ്ഞൊരു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, എന്തിലാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഐക്യപ്പെടേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലും അടിസ്ഥാന നിർദ്ദേശങ്ങളിലുമാണ്. ആ അടിസ്ഥാനം എന്നുള്ളത് ഇഖാമത്തുദ്ദീനാണ്. വറക്കിടകല്ലാണ് അടിസ്ഥാനം എന്നുള്ള ഇഖാമത്തുദ്ദീനാണ്. ഇഖാമത്തുദ്ദീൻ മാറ്റി വെച്ചിട്ട് ഐക്യമില്ല. ഇഖാമത്തുദ്ദീനിന്റെ വഴിയിൽ ഭിന്നിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോക മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള ഏറ്റവും വലിയ ഐക്യം ഇഖാമത്തുദ്ദീൻ തന്നെയാണ്. ഇഖാമത്തുദ്ദീനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പാടില്ല. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ എല്ലാ കുട്ടല്ലേ ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ
ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്റെ വാക്ക് പറയുന്നത് സൂറത്ത് ഷൂറയിലെ 13-ാമത്തെ ആയത്ത്. സൂറത്ത് ഷൂറയിലെ 13-ാമത്തെ ആയത്ത് ഇസ്ലാമിന്റെ ബേസ്മെന്റ് ആയി അള്ളാഹു പറഞ്ഞു വെക്കുന്നതാണ്. അടിത്തറയാണിത്, ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ ആണ്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് ഒരു ദീന് നൽകുകയാണ്, ദീനിലെ ഒരു പ്രമാണം അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ്. ആ പ്രമാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാ വസ്സാ ബിഹി നൂഹൻ, അത് അള്ളാഹു നൂഹിന് നൽകിയ പ്രമാണമാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഷൈഖുൽ അംബിയ, പ്രവാചകന്മാരുടെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന പ്രവാചകനാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ഈ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു നൽകിയ വസിയ്യത്ത്, വസ്സാ ബിഹി നൂഹ, അള്ളാഹു നൂഹിന് നൽകിയ വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ കൂടെയുള്ള ആളുകളോട് എന്റെ കാര്യം ഇന്നൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന വസിയ്യത്ത് ഉണ്ടല്ലോ. ഈ വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യോപദേശം എന്ന് പറയാം. അന്ത്യോപദേശം എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്താ? അതിനപ്പുറത്ത് വേറൊന്നും പറയില്ല. മരിക്കാൻ കിടക്കുന്ന തൊണ്ടക്കുള്ളിൽ റൂഹ് എത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറയുക. അപ്പൊ പിന്നെ വേറെ അപ്രധാനമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു, ഇത് വസിയ്യത്ത്. ഇതേപോലെ അള്ളാഹ് വസിയ്യത്ത് ചെയ്തു പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹ് പറഞ്ഞു എന്നതിന്റെ അർത്ഥം. ഏറ്റവും മരിക്കാൻ കിടക്കുന്നയാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നു എന്നതുപോലെ പടച്ച തമ്പുരാനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും മുഖ്യമായ കാര്യം അല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു. വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീം, ഇതേ വസിയ്യത്താണ്, ഇതേ പ്രമുഖ നിർദ്ദേശമാണ് അല്ലാഹു ഇബ്രാഹീം നബിക്ക് നൽകിയത്. മൂസ നബിക്ക് നൽകിയത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരുടെ പേരിങ്ങനെ എണ്ണി അന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്താണ് ആ പ്രമുഖ നിർദ്ദേശം എന്നറിയോ? അൻ അഖീമുദ്ദീൻ, ഇഖാമത്തുദ്ദീനാണ്. അൻ അഖീമുദ്ദീൻ, നിങ്ങൾ ദീൻ സ്ഥാപിക്കുക. പ്രബോധനത്തിന് വേണ്ടി നിയുക്തരായ സമൂഹമാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. എവിടെ? അത് ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ലോകത്തിന്റെ ഏത് കോണിലായാലും ശരി, പ്രബോധനത്തിന് വേണ്ടി നിയുക്തരായ സമൂഹമാണ് നമ്മൾ. വലാത്ത തഫറഖു ഫീ, ഈ വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകാൻ പാടില്ല. ഇത് സംഘടനാ പ്രശ്നമല്ല, ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രശ്നമല്ല, അല്ല വേറെ എന്തെങ്കിലും സംഘടനയുടെ പ്രശ്നമല്ല, ഇത് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നമാണ്. ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായിരിക്കണം. ഇഖാമത്തുദ്ദീന്റെ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് നമ്മൾ ആരോടും തയ്യാറല്ല. കാരണം ഇത് അള്ളാഹു പ്രവാചകന്മാർ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ ഏൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഇതിന്റെ നിയോഗത്തിന് വേണ്ടിയിട്ടാണ് ലോകത്ത് മുഴുവൻ പ്രവാചകന്മാർ വന്നത്. ആ പ്രവാചകന്മാർക്ക് ശേഷം ആ പ്രവാചകന്മാരുടെ സമൂഹം എഴുന്നേറ്റ് നിന്നത് ഇതേ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ആവശ്യം നമ്മൾ മറക്കരുത്. ഐക്യത്തെക്കുറിച്ച് പറയുമ്പോഴും സംഘാടനത്തെക്കുറിച്ച് പറയുമ്പോഴും ഇതിലുള്ള വിഭാഗീയതകളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടത് ഏത് വിഷയത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പണി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. വെറുതെ ഇങ്ങനെ പുഴുക്കളെ പോലെ നാട്ടിൽ ജീവിക്കുക എന്നുള്ളതല്ലേ. വിട്ടുവീഴ്ച ചെയ്ത് എല്ലാം നമ്മളങ്ങനെ വിട്ടു തന്നേക്കാം എന്നൊരു നിലപാട് നമുക്ക് എടുക്കാൻ കഴിയുമോ? ഇല്ല. മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്തസ്സുള്ളൊരു സമൂഹമാണ്. ഈ നാട്ടിൽ നമ്മളുടെ നിലനിൽപ്പ് ഭീഷണിയിലാകുന്ന സമയത്ത് പോലും നമ്മൾ നമ്മുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. അപ്പൊ വഖഫിന്റെ വിഷയത്തിൽ സംഭവിക്കുന്നത് അതാണ്. അപ്പൊ വഖഫിൽ നിന്ന് വേണേ നമുക്ക് 2 അമുസ്ലിം അംഗങ്ങൾ അദ്ദേഹത്തെ തിരികെ എത്തുന്ന പണികളിൽ വേറൊന്നും സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. ആലോചിച്ച് നോക്കിയേ, ഈ കഴിഞ്ഞ ബില്ലിൽ എന്താ സംഭവിച്ചത്? വേറെ കുറെ നിർദ്ദേശങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നമുള്ള നിർദ്ദേശം കഴിഞ്ഞാല് അമുസ്ലിമീങ്ങളായ 2 ആളുകൾ വഖഫ് ഭരിക്കാൻ കയറുന്നു. നമ്മുടെ പള്ളി കമ്മിറ്റിയിൽ 2 അപ്പുറത്തുള്ള ക്രിസ്ത്യാനിയായ ചേട്ടനും മറ്റേ ഇപ്പുറത്തുള്ള ഹിന്ദു ചേട്ടനും പള്ളി കമ്മിറ്റി വന്നത്ര കുഴപ്പം എന്താ? ലോകം ഒഴിഞ്ഞു വിടുവോ? ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ആലോചിച്ചൂടെ? പക്ഷെ നമ്മൾ സമ്മതിക്കാത്തതിന്റെ കാരണം എന്താ? അത് അങ്ങനെ അല്ല എന്നുള്ളതാണ്. പള്ളി പരിപാലിക്കാൻ, വഖഫ് പരിപാലിക്കാൻ അന്ന് ആരെ ഏൽപ്പിച്ചത്? ഖുർആന്റെ ടെക്സ്റ്റ് ഉണ്ടല്ലോ ഖുർആനിൽ. ആരാണ് പള്ളി പരിപാലിക്കേണ്ടത്? പടച്ച തമ്പുരാനെ ഭയക്കുന്നവൻ, വിശ്വാസമുള്ളവൻ, നിസ്കരിക്കുന്നവൻ, സകാത്ത് കൊടുക്കുന്നവൻ, അള്ളാഹ് എണ്ണി പറഞ്ഞതല്ലേ. അപ്പൊ അള്ളാന്റെ നിർദ്ദേശമാണത്. അള്ളാന്റെ നിർദ്ദേശത്തിൽ വെള്ളം ചേർക്കാൻ ഇവിടെ ഏത് ഭരണാധികാരി വന്നാലും സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഇത് നമ്മളുടെ തീരുമാനമാണ്. അത് അവിടെ മാത്രമല്ല, പള്ളി മുതൽ പാർലമെന്റ് വരെ, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, കുടുംബത്തിലെ വ്യക്തി മുതൽ ലോകത്തിലെ സമൂഹം വരെ എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ ആ മുസ്ലിങ്ങളോടൊക്കെ അള്ളാഹു പറഞ്ഞ ചില നിർദ്ദേശങ്ങളുണ്ട്. വ്യക്തി എന്നുള്ള നിലക്ക്, പിതാവ് എന്നുള്ള നിലക്ക്, മാതാവ് എന്നുള്ള നിലക്ക്, അധ്യാപകൻ എന്നുള്ള നിലക്ക്, ഭരണാധികാരി എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ ഓരോരുത്തരോടും പ്രത്യേകം ഇത് നമ്മൾ ശരീഅത്ത് എന്ന് പറയാം. ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ, ഇസ്ലാമിന്റെ കൽപ്പനകൾ, അതാണ് ദീൻ എന്നുള്ളത്. അത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, അതിനുവേണ്ടിയുള്ള രംഗത്തേക്കുള്ള ഇറക്കൽ, അവിടെ ഞങ്ങൾ പടച്ച തമ്പുരാനായ നാഥനെ അല്ലാതെ വേറൊരുത്തനെ ഞങ്ങൾ പൊടിക്കില്ല. ഏത് ഫിറോൻ വന്നാലും ശരി.
ഫിറഔനും നമ്രൂദും ഒക്കെ ധാരാളം കോട്ടകൾ കെട്ടി ലോകത്ത് വന്നു നിന്നിട്ടുണ്ട്, ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്മാരെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് സങ്കടം പറയുന്നൊരു കഥയുണ്ടല്ലോ മക്ക കാലഘട്ടത്തിൽ. അടികൊണ്ടിട്ട് ഇങ്ങനെ എത്ര തീക്ഷ്ണമായ പീഡനങ്ങളാണ് സഹാബത്ത് ഏറ്റുവാങ്ങിയെന്നറിയും. ഒരിക്കൽ ഖബ്ബാബ് നബിയുടെ വന്ന നബിയെ ഒന്ന് പ്രാർത്ഥിക്കുന്നില്ല റസൂലെ, എപ്പോഴാണ് മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ റസൂലെ അള്ളാന്റെ സഹായം വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇങ്ങനെ ഹബ്ബാബിനോട് പറയുന്ന സംഗതി, ഹബ്ബാബ് നിങ്ങൾ ധൃതി കൂട്ടുകയാണോ? നിങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് നേർക്ക് നേരെ ഇങ്ങനെ നിർത്തിയിട്ട് ഈർച്ച വാളുകൾ കൊണ്ട് നെറുകന്തല മുതൽ കാൽപാദം വരെ അവരെ ഇങ്ങനെ ഈർന്ന് ആളിങ്ങനെ മരം മുറിക്കുന്ന പോലെ മുറിച്ച് അവരെ കൊന്നിട്ടുണ്ട്. അവരെ ഇങ്ങനെ നിർത്തിയിട്ട് ഇരുമ്പ് ചീർപ്പുകൾ കൊണ്ട് എല്ലിൽ നിന്നും മാംസം ഇങ്ങനെ ചീകി മാറ്റിയിട്ടുണ്ട്. കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് കിടങ്ങുകളിൽ തീ കൂട്ടിയിട്ട് പച്ചക്ക് ആ കിടങ്ങുകളിലേക്ക് ഗുജറാത്ത് മുതൽ തള്ളിയിട്ടുണ്ട്. അതൊന്നും അവര് വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. ഹബ്ബാബെ നിങ്ങൾ എന്തിനാ ധൃതിയാക്കുന്നു? ഒരു കാലം വരും അന്ന് സന്ന മുതൽ ഹദർമൗത്ത് വരെ, അല്ലെങ്കിൽ ഹദർമൗത്ത് മുതൽ മക്ക വരെ ഒരു പെണ്ണിന് ആടിനെ പിടിക്കുന്ന ചെന്നായല്ലാതെ മറ്റൊന്നിനെയും പേടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വരാനുണ്ട്. ഹബ്ബാബ് പറയുന്നത് ഞാനത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു ആ കാലം എന്ന് റസൂൽ പറഞ്ഞ കാലം. അങ്ങനത്തെ ഒരു കാലം വരും. നമ്മളുടെ പ്രതീക്ഷ ഏതാണ്? ആരൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തിയാലും, ആരൊക്കെ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി വഖഫിന്റെ നിയമമല്ല ഇതിനപ്പുറത്തുള്ള എന്ത് നിയമം കൊണ്ടുവന്നാലും നമ്മളിത് അതിജീവിക്കും. ഈ അതിജീവനത്തിന് നമ്മളെ തുണയ്ക്കുന്നത് മുസ്ലിം സാഹോദര്യമായിരിക്കണം എന്ന് മറക്കരുത്. ഭിന്നിച്ചിട്ടൊരു യുദ്ധവും ജയിക്കാൻ കഴിയും. യുദ്ധമുഖത്ത് ഭിന്നിപ്പാണെങ്കിൽ ഒരു യുദ്ധവും ജയിക്കൂല. ഐക്യത്തോടെ മുന്നേറണം. സമൂഹത്തിന്റെ ആവശ്യങ്ങളായി കണ്ടുകൊണ്ട് ബാക്കി ഭിന്നതയൊക്കെ മാറ്റി വെച്ചോളി. നമുക്കിടയിൽ 100 കൂട്ടം ഭിന്നതകളുണ്ടാകും. കൈ എവിടെ കെട്ടണം എന്നുള്ള വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ തർക്കിക്കാൻ തുടങ്ങിയിട്ട് 50 കൊല്ലായി. തീരുമാനം ഇപ്പോഴും ആയിട്ടില്ലല്ലോ. ആവില്ല. ആ ചർച്ച മാറ്റിവെക്കി. കുനൂത്ത് വേണം വേണ്ട, ആ ചർച്ച മാറ്റിവെക്കി. കൂട്ടതുക വേണം വേണ്ട, അത് നിങ്ങൾ പള്ളിന്റെ ഉള്ളിൽ വേറെ ചർച്ച ചെയ്യും. പൊതുനിരത്തിലെ തർക്കാതല്ല. പൊതുനിരത്തിൽ നമ്മുടെ മുദ്രാവാക്യം നമ്മൾ വഖഫ് ബില്ലിനെതിരാണെന്നുള്ളതാണ്. നമ്മൾ മറ്റെല്ലാ അനീതിക്കും എതിരാണ്. ആ വിഷയത്തിൽ സുന്നി ഉണ്ടാവും, മുജാഹിദ് ഉണ്ടാവും, ജമാഅത്ത് ഉണ്ടാവും, ഷിയ ഉണ്ടാവും, ബറാൽവി ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയണം. അപ്പോഴാണ് അവരാദ്യം പരാജയപ്പെടുന്ന പരാജയം മുസ്ലിം സമൂഹത്തിലെ പൊതുനിരത്തിലെ ഐക്യം കണ്ടുകൊണ്ടായിരിക്കണം. ആ ഐക്യത്തിന് നമ്മൾ ഊന്നൽ കൊടുക്കണം. അതിന് തുരങ്കം വെക്കുന്ന ഒന്നും ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എഴുതാൻ നിൽക്കരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താൻ മടിക്കേണ്ട ആവശ്യമില്ല. മുനാഫിക്കുകൾ അകറ്റി നിർത്തുന്ന വിഷയത്തിൽ മടിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. അത് മുസ്ലിം പേരുകാരനായിരുന്നാലും ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇസ്ലാമിക ഐക്യത്തെ നിലനിർത്തുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വ മുറുകെ പിടിക്കുക, ഇഖ്ലാസോടുകൂടി സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒരു ഹദീസുണ്ട്. ജുന്ദബ് ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. ഞാൻ ഈ ഹദീസ് ഇന്നലെയാണ് കാണുന്നത്. ഹദീസ് ഗ്രന്ഥത്തിൽ നേരത്തെ ഉള്ള ഹദീസാണ്. വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആന മഖ്തലഫത് ഖുലൂബുക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഐക്യമുള്ള കാലത്തോളം നിങ്ങൾ ഖുർആൻ ഓതുക. ഫൈദഖ്തലഫ്തും, നിങ്ങൾ ഭിന്നിക്കാൻ നിന്നാലേ ഫഖൂമു അൻഹു, ഖുർആൻ വെച്ചിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോ എന്നാണ് പറഞ്ഞത്. അള്ളാന്റെ റസൂലിന്റെ വാക്ക് വിശദീകരണം അറിയിക്കുന്ന വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഖുറാനിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട് എന്നറിയില്ല. ഖുറാനുകളൊക്കെ യോജിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങൾ സ്പഷ്ടമാണ്. അതിന് മുഹ്കം എന്നാ പറയുക, ഖണ്ഡിതമായി എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ അല്ലാഹ് അല്ലാതെ വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വിഷയം ഖണ്ഡിതമാണല്ലോ. തർക്ക വിഷയത്തിലില്ല. അല്ലാഹ് അല്ലാതെ വേറെ ദൈവത്തെയും കൂട്ടത്തിൽ ആരാധിക്കാൻ പാടില്ല നമുക്ക് തന്നെ അറിയാം. അത് ഖണ്ഡിതമാണ്. അങ്ങനെ ഖണ്ഡിതമായി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ ഖണ്ഡിതമായ പറഞ്ഞ കാര്യങ്ങളിൽ സമൂഹത്തിന്റെ അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ ആലോചിച്ചു, ഈമാൻ കാര്യത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഒരു തർക്കമുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, മലക്കളിൽ വിശ്വസിക്കുക, കിതാബുകളിൽ, നന്മതിന്മകളിൽ, അന്ത്യദിനത്തിൽ ആർക്കും തർക്കമില്ല. എല്ലാ മദ്രസകളിലും എല്ലാവരും പഠിക്കുന്നത് തന്നെയാണ്. ഇസ്ലാം കാര്യത്തിന്റെ വിഷയം തർക്കമുണ്ടോ? ഇല്ലല്ലോ.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വരേണ്ടത് 5 നേരത്തെ നിസ്കാരം, നോമ്പ്, സക്കാത്ത് കഴിച്ച് ആർക്കും തർക്കമില്ല. പിന്നെ തർക്കമേതിലാണ്? തർക്കം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു വെച്ച പോലെ കൈകളുടെ കെട്ടണം എന്ന വിഷയത്തിലാണ് തർക്കം. സുന്നത്ത് നിസ്കാരത്തിൽ അസറിന് മുമ്പ് സുന്നത്ത് ഉണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിലാണ് തർക്കം. നിസ്കാരം കഴിഞ്ഞ് കൂട്ടുക വേണമെന്ന വിഷയം തർക്കമുള്ളൂ. ഈ തർക്കം റസൂല് പറയുന്നു, ആ തർക്കം നിങ്ങൾ നിർത്തിയിട്ട് പോന്നാ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് വരുന്നൊരു ഘട്ടം നിങ്ങൾ ഖുർആൻ പഠനത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ പോകും. ഖുർആൻ ഓതിനെ കുറിച്ചല്ല നബി പറഞ്ഞത്. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതൂ. മഖ്തലഫത് ഖുലൂബുക്കും, നിങ്ങളുടെ കൽബുകൾക്കിടയിൽ ഐക്യമുള്ള കാലത്തോളം നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് തർക്കമില്ലാതെ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഖുർആൻ ക്ലാസ് ചർച്ച ചെയ്താൽ മതി. തർക്കം വരുമ്പോഴത്തേക്കും നിങ്ങൾ വെച്ചിട്ട് പോ, തർക്കമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഒപ്പിക്കുന്നുള്ളതാണ്. മുസ്ലിം സംഘടനകൾക്കിടയിൽ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, തർക്കങ്ങൾ ഒഴിവാക്കിയിട്ട് സമൂഹത്തിലെ സംഘടനാ ഐക്യം സാധ്യമാവുകയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? സംഘടിക്കണ്ടെന്നാണോ? ഐക്യപ്പെടണം. ഏത് വിഷയത്തില്? ഐക്യപ്പെടാവുന്ന മുഴുവൻ വിഷയങ്ങളിലും ഐക്യപ്പെടണം. ബാക്കി നിങ്ങൾ മാറ്റിവെച്ചോ, അതിന്റെ വേദികൾ നിങ്ങൾ സംഘടിപ്പിച്ചോളൂ, മറ്റ് ക്ലാസ് വെച്ചിട്ട് ആ വിഷയം ചർച്ച ചെയ്തോളൂ. നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ആഭ്യന്തരമായി നിങ്ങൾ വേണമെങ്കിൽ ആ വിഷയത്തിൽ സംവാദങ്ങൾ സംഘടിപ്പിച്ചോളൂ. അതൊന്നും ഇസ്ലാം എതിർക്കുന്ന സംഗതിയില്ല. അപ്പൊ ഇസ്ലാമിക സാഹോദര്യം എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം, അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ആ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നമ്മൾ നിലകൊള്ളണം. നമുക്ക് ഈ പോരാട്ടം ജയിക്കേണ്ടതുണ്ട്. ഇത് പരാജയപ്പെടാനുള്ള പോരാട്ടമല്ല. ഇത് പരാജയപ്പെടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഈമാനികമായ കുറവെന്ന് കരുതിയാൽ മതി. ഈ പോരാട്ടം ഇൻഷാ അല്ലാഹ് ജയിക്കും. കാരണം ഈ ദീന് ഞാനോ നിങ്ങളോ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച്, നമ്മൾ പിന്നോട്ട് പോയി എന്ന് വിചാരിച്ച് ഈ ദീന് ഇല്ലാതായി പോകുന്ന ദീനല്ല. ഈ ദീനിനെ അവസാനം വരെ എത്തിക്കും എന്നുള്ള അള്ളാഹ് ചെയ്ത പ്രതിജ്ഞയാണ്, അള്ളാഹ് ചെയ്ത കരാറാണ്, അള്ളാഹ് ചെയ്ത വാഗ്ദാനാണ്. ഇത് പുലരും. ഇത് ഗസയിൽ പുലരും, ഇത് ഇന്ത്യയിൽ പുലരും, ഇത് മ്യാൻമറിലും പുലരും, ഇത് ലോകത്തിന്റെ ഏത് കോണിലുണ്ടാകും. ഇസ്ലാമാണ് അവസാനം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അവസാനത്തെ ജയം അത് വിശ്വാസികൾക്കാണ്. ആ ബോധം നമുക്ക് ഉണ്ടാവണം. ആ വഴിയിൽ ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും സമൂഹത്തിൽ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ മുസ്ലിം സമൂഹത്തിനിടയിലുള്ള എല്ലാ അനൈക്യത്തിന്റെ സ്വരങ്ങളെയും അല്ലാഹു ഇല്ലാതാക്കി ഐക്യം നിലനിർത്തി തരുമാറാകട്ടെ. പടച്ചോനെ, പലതരം പാപങ്ങൾ ചെയ്തു പോയവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണമേ അല്ലാഹുവേ. ഏകോദര സഹോദരങ്ങളായി അല്ലാഹുവേ നീ ഞങ്ങളെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. പടച്ചോനെ, പ്രയാസപ്പെടുന്ന പല ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ് നാഥ. എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണമേ അല്ലാഹുവേ. പരീക്ഷ എഴുതി വിജയം കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് അല്ലാഹുവേ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. മക്കളെ അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. ഞങ്ങളുടെ ഇണകളെ അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا في فلسطين. اللهم أذل إسرائيل وحلفائهم يا أرحم الراحمين. وصلى الله وسلم على محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.